ഇപ്പൊ സാൻഡ്വിച്ച് ആണ് കാണിക്കുക. അവിടെ ദൂരത്തായിട്ട് ആരോ ആൾക്ക് കാണും. ആളുടെ അടുത്തേക്ക് ഇപ്പൊ മറ്റൊരാൾ വന്നിട്ട് പറയും, ലോർഡ് കസകക് അങ്ങയുടെ മീറ്റിംഗ് അത് റെഡിയാണ്. ആ ഒരു ലോഡ് അതാരാണെന്ന് നോക്കുമ്പോഴായിരിക്കും മറ്റാരുമല്ല, സാക്ഷാൽ ഗാറ. ഗാറ ഇപ്പോ സാൻഡ് വില്ലേജിന്റെ തന്നെ ഒക്കാകെയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് കുട്ടപ്പൻ ഒരിക്കൽ തീർച്ചയായിട്ടും ഞാനും ഈ ലീഫ് വില്ലേജിന്റെ ഹൊക്കാകെയായി മാറും. കട്ട് ചെയ്ത കാക്കാഷി ആവട്ടെ ആ ഒരു ബുക്ക് അത് വായിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ അവിടേക്ക് മാമനും കൂടെ വന്ന് ആ ഒരു ബുക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാൻ തുടങ്ങും. മാത്രമല്ല അവര് രണ്ടുപേരും ഇപ്പൊ കുട്ടപ്പന്റെ വളർച്ച കണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ കുട്ടപ്പനെ പൊക്കി പറയാനായിട്ട് ആരംഭിക്കും. കട്ട് ചെയ്ത ഇപ്പൊ സാൻഡ് വില്ലേജില് ആ ഒരു വലിയ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇത്രയും കാലത്തെ പ്രവർത്തനം മാത്രമല്ല, ലീഫ് വില്ലേജിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ ചെയ്ത മിഷൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവരാവട്ടെ ആ ഒരു ചർച്ചയില് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങും. അപ്പൊ യൂറാന്ന് പേരുള്ള വേറൊരുത്തൻ അവൻ എഴുന്നേറ്റെന്ന് പറയും, ഇപ്പൊ ചുനീൻ എക്സാമിന്റെ സമയമാണ്. അതേ സമയം തന്നെ ഇപ്പൊ മറ്റൊരു റൂമർ കൂടെ ഉയർന്നു വന്നിരിക്കുകയാണ്. അതൊരു വലിയ സംഘടനയാണ്. അതിന്റെ പേരാണ് അക്കാഷ്കി. അത് കേട്ട് ഗാറ അവൻ കണ്ണു തുറപ്പിച്ച് നോക്കുമ്പോ ഇവിടെ മാമനും കാക്കാഷിയും അതേ ഓർഗനൈസേഷനെ കുറിച്ചാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാക്കാഷി പറയും അവർ പുറത്തേക്കിറങ്ങിയ അത് വലിയ അപകടമാണ്. ഇവിടെ യൂറോ പറയും അവരെല്ലാവരും നിഞ്ച ക്രിമിനൽസ് ആണ്. മാത്രമല്ല അവരെല്ലാവരും ബിങ്കോ ബുക്കിലുള്ള ഇസ്രാങ് ക്രിമിനൽസ് ആണ്. ആ ടീമിൽ തന്നെ ആദ്യ ആള് ഹിറ്റാച്ചി ഉച്ചിഹയാണ്. അവൻ അവന്റെ ഉച്ചിഹ ക്ലാൻ പോലും തകർത്ത് കളഞ്ഞ് സ്വന്തം പാരന്റ്സിനെ പോലും കൊന്ന വളരെ ക്രൂരനായിട്ടുള്ള ഒരു വലിയ ക്രിമിനലാണ്. അടുത്തതായിട്ട് ദ ബ്രഹ്മാണ്ഡ വില്ലൻ ഒറോച്ചിമാറു. ഇവിടെ കാക്ക ചോദിക്കും, ഈ ഒരു ഓർഗനൈസേഷൻ അവർക്ക് എന്താണ് വേണ്ടത്, എന്തിനു വേണ്ടിയാണ് അവരിതെല്ലാം കാട്ടിക്കൂട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ ജിറയമാമൻ പറയും, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, പക്ഷെ ഒന്നറിയാം, അവർക്ക് ആവശ്യം കുട്ടപ്പന്റെ ബോഡിയിലുള്ള ആ ഒരു 9 ടൈൽ ഫോക്സിന്റെ ബ്രഹ്മാണ്ഡ പവറാണ്. എന്തായാലും വലിയൊരു അപകടമാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗ്രാമത്തിന് ടൈറ്റ് സെക്യൂരിറ്റി തന്നെ കൊടുക്കുന്ന ഇവിടെ ജിറയാമൻ പറയുമ്പോൾ അതേ സമയത്ത് യൂറോ പറയും, ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത് ലെജൻഡറി സെനീനായിട്ടുള്ള ജിറയയുടെ കയ്യിൽ നിന്നാണ്. അതനുസരിച്ച് ഇപ്പൊ ഗ്രാമത്തില് വമ്പൻ സെക്യൂരിറ്റിയാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ആ ഒരു വില്ലന്മാരുടെ വസ്ത്രധാരണം പോലും വളരെ ഡിഫറെന്റ് ആണ്. കറുത്ത കോട്ടില് വയലറ്റ് കളറാണ്